So, hi everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് പേപ്പർ 1 കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. UGC നെറ്റ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം പേപ്പർ 2 നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് പേപ്പർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പേപ്പർ 1. സോ പേപ്പർ 1 10 മോഡ്യൂൾസ് ആണുള്ളത്. ഒരു മോഡ്യൂളിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ ആ ഒരു കാൽക്കുലേഷനിലാണ് സാധാരണ വരാറ്. ചിലപ്പോൾ ഒരു മോഡ്യൂളിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ വരും, അപ്പം വേറൊരു മോഡ്യൂളിൽ അത് 4 ആകും. സോ അങ്ങനെ ബാലൻസ് ചെയ്ത് 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് 10 മോഡ്യൂളിന് 5 ഈച്ച്. സോ ഓരോ മോഡ്യൂളും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. സോ അപ്പൊ അങ്ങനെ നോക്കുമ്പം നമുക്ക് പഠിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന 4th മോഡ്യൂൾ അല്ലെങ്കിൽ യൂണിറ്റ് 4th യൂണിറ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ് കമ്മ്യൂണിക്കേഷൻ. വായിച്ച് കാര്യങ്ങളും മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മോഡ്യൂൾ നോക്കാം. സോ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന വേരിയസ് ടോപ്പിക്സ് സബ് ടോപ്പിക്സ് ഇതൊക്കെയാണ് വരുന്നത്. കമ്മ്യൂണിക്കേഷന്റെ മീനിങ്, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, വെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ രണ്ടിന്റെയും ഡിഫറൻസ്, ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻസ് എന്താണ്, പിന്നെ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വരുന്ന ബാരിയേഴ്സ് എന്തൊക്കെയാണ്, വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, ആൻഡ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, പിന്നെ മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫറെന്റ് സബ് ടോപ്പിക്സ്. വളരെ എളുപ്പമുള്ള ടോപ്പിക്സ് ആണ്. നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് സബ് ടോപ്പിക് 1, ദാറ്റ് ഇസ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് ഈ ഒരു സബ് ടോപ്പിക്കിൽ കാണാം. ഓക്കെ, സോ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? നമുക്കറിയാം, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സെന്റൻസ് ആണ് കാര്യം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഓക്കെ ആകും എന്നൊക്കെ പറയാറുണ്ട്. സോ എന്താണ് കമ്മ്യൂണിക്കേഷൻ? നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ഡിസ്കഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു ടിപ്പിക്കലി നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സംസാരിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക, ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ ശരിക്കും. സോ ഒരു ഫോർമൽ ഡെഫിനിഷൻ നോക്കുവാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ, ഐഡിയാസ്, തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് ത്രൂ സ്പീച്ച്, സിഗ്നൽ, റൈറ്റിംഗ്സ് ഓർ ബിഹേവിയർ, ആക്ഷൻ. ഓക്കെ, സോ എക്സ്ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്തു ആവാം, അതാണ് ഈ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഷെയറിംഗ് ആവാം, ഗിവിംഗ് ആവാം, ട്രാൻസ്ഫറിംഗ് ആവാം, പാസിംഗ് ആവാം. അതായത് ഇപ്പം ഒരു പ്രോബ്ലം ആണെങ്കിൽ നമ്മളിത് ഷെയർ ചെയ്യാന്നാ പറയുന്നത് അല്ലെ, പ്രോബ്ലം ഡിസ്കസ് ചെയ്യാന്ന് പറയാറില്ല, നമ്മൾ പ്രോബ്ലം ഷെയർ ചെയ്യാന്നാ പറയുന്നത്. ഓക്കെ, അപ്പം അതും ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഗിവിംഗ്, ഇപ്പൊ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കുന്നു, അത് ഗിവിംഗ് ആണ് വരുന്നത്. ട്രാൻസ്ഫറിംഗ്, അതായത് ഇപ്പൊ എനിക്കുള്ള അറിയാവുന്ന ഒരു കാര്യം ഞാൻ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ പകർന്നു കൊടുക്കുന്നു, അപ്പം അതൊരു ട്രാൻസ്ഫറിംഗ് ആണ് അവിടെ വരുന്നത്. പാസിംഗ്, ഇൻഫർമേഷൻ ഇപ്പം ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ VC ഒരു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അത് താഴെ രജിസ്ട്രാറിൽ വന്നു, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡിലോട്ട് വന്നു, അപ്പൊ അതൊരു ഓരോ ലെവലിലായിട്ട് ഒരു പാസിംഗ് ആണ്. സോ എന്തുവാവാം, ജസ്റ്റ് ഒരു രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് കാര്യം പറയുന്നു എന്ന് മാത്രമല്ല എക്സ്ചേഞ്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഒരു ഇൻഫർമേഷൻ പറയുന്നതാവാം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഷെയർ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടിയാൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്നതാവാം. സോ എന്തുമാവാം. എന്തൊക്കെയാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ഇൻഫർമേഷൻ ആവാം, എന്തെങ്കിലും ഒരു അറിവാകാം, ഐഡിയാസ് ആവാം. ഇപ്പൊ എനിക്കൊരു നല്ല ഐഡിയ കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ പോകില്ലേ, സോ ഐഡിയാസ് ആവാം. തോട്ട്സ് ആവാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ തോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്, റൈറ്റ്? അപ്പം അത് തോട്ട് ആവാം, ഫീലിങ്സ് ആവാം. ഇപ്പൊ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്, നമ്മൾ ഭയങ്കര അപ്സെറ്റ് ആണ് ഒരു കാര്യത്തിൽ, ഫീലിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് എന്തെങ്കിലും ഒരു കാര്യം, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെ, നമ്മുടെ ഫ്രണ്ട്സിനോടോ പാരന്റ്സിനോടോ സ്പൗസിനോടോ ആരുടെങ്കിലും നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ ഫീലിങ്സ് ആവാം, ഇമോഷൻസ് ആവാം. ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ബോത്ത് സെയിം ആണ്. നമുക്കിപ്പം ഭയങ്കര സാഡ് ആണെങ്കിൽ, നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, നമ്മൾ ഭയങ്കര ഇമോഷണൽ ആണെങ്കിൽ അതും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, റൈറ്റ്? അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളോട് പോയി ഷെയർ ചെയ്യും, എനിക്ക് ഭയങ്കര വിഷമാണ്, സോ അയാൾ തിരിച്ച് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പം അതും ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ എങ്ങനെയൊക്കെ ആവാം കമ്മ്യൂണിക്കേഷൻ? ത്രൂ സ്പീച്ച് ആവാം, ഓഫ് കോഴ്സ് വേർഡ്സ് നമ്മൾ പറയുന്ന സ്പീച്ച് ആവാം. സിഗ്നൽ, അതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എന്താ പറയാ, ഇപ്പൊ ട്രാഫിക് സിഗ്നൽ ഏറ്റവും നല്ല എക്സാമ്പിൾ. സിഗ്നൽ എന്ന് പറയുന്ന വേർഡിൽ തന്നെയുണ്ട് ട്രാഫിക് സിഗ്നൽ. അപ്പൊ നമുക്കറിയാം റെഡ് മീൻസ് യു ഹാവ് ടു സ്റ്റോപ്പ്, യെല്ലോ മീൻസ് ബി റെഡി ടു സ്റ്റോപ്പ്, ഗ്രീൻ മീൻസ് യു ക്യാൻ ഗോ അല്ലെ. അപ്പം അതും ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ റോഡിൽ ട്രാഫിക് അനുസരിച്ച് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അതും. ഓക്കെ, സോ സിഗ്നൽസ് ആവാം, റൈറ്റിംഗ്സ് ആവാം. ഇപ്പൊ ഒരു എന്താ പറയാ,
ഒരു ഗവൺമെന്റ് ഓർഡർ ഒക്കെ ആണെങ്കിൽ അത് റൈറ്റിംഗ്സിലായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ആരും ഫോൺ വിളിച്ചല്ലോ പറയുന്നത്, ഗവൺമെന്റ് ഓർഡർ ആണെങ്കിൽ അത് ഓർഡർ ആയിട്ട് പ്രിന്റ് ചെയ്ത് താഴെ സൈൻ ചെയ്ത് വരും. അതും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. സോ റൈറ്റിംഗ്സ് ആവാം, ബിഹേവിയർ ഓർ ആക്ഷൻ ആവാം. നമുക്ക് സങ്കടം, ഇമോഷൻസ് ആണെങ്കിൽ നമ്മൾ കരയും അല്ലെ, അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ് ഐ ആം സാഡ് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടും, അപ്പൊ നമ്മുടെ മുഖത്ത് അത് അറിയും. സോ അതും ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ടു ദി അതർ പേഴ്സൺ ദാറ്റ് യു ആർ ആംഗ്രി. അല്ലെങ്കിൽ നമ്മൾ ചിരിക്കും, ഹാപ്പി ആണെങ്കിൽ നമ്മൾ ചിരിക്കും. അപ്പം അതും ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ നമ്മുടെ ഇമോഷൻസ് ആയിക്കോട്ടെ, ഫീലിങ്സ് ആയിക്കോട്ടെ, ഇൻഫർമേഷൻ, നോളജ് ആയിക്കോട്ടെ, ഐഡിയാസ് ആയിക്കോട്ടെ, തോട്ട്സ് ആയിക്കോട്ടെ, സോ വാട്ട് എവർ ഇറ്റ് ക്യാൻ ബി, അതിന്റെ ഒരു എക്സ്ചേഞ്ചിങ്ങിനെയാണ് നമ്മൾ നോർമലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ഡയലോഗ്, നോട്ട് എ മോണോലോഗ്. അതായത് നമ്മൾ മറ്റൊരാളോട് കൺവേ ചെയ്യുവാണ്, ജസ്റ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കലല്ലോ. ഒരാളിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതല്ലല്ലോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു, അതിന് തിരിച്ചുള്ള ഒരു റെസ്പോൺസ് വരുന്നു. സോ അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ എനിത്തിങ് നമ്മൾ എപ്പോഴൊക്കെ ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ തോട്ടോ ഫീലിങ്സോ എന്തോ ആയിക്കോട്ടെ, അത് മറ്റൊരാളോട് ഷെയർ ചെയ്യുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ഷെയർ ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു, സംസാരിക്കുന്നു, എഴുതി കാണിക്കുന്നു, ചിരിച്ചു കാണിക്കുന്നു, ഒക്കെ ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ഡിഫറെന്റ് വേസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് എ ടിപ്പിക്കൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ഒരു ഐഡിയ ഉണ്ട് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നല്ല. അപ്പൊ ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്താണ്? ഒരു സെൻഡർ ഉണ്ട്. ഓക്കെ, ആ സെൻഡർ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻകോഡ് ചെയ്ത്, അതായത് ഒന്നെങ്കിൽ വേർഡ്സിന്റെ ഫോമില് അല്ലെങ്കിൽ റൈറ്റിംഗ് ആയിട്ട്, സോ വാട്ട് എവർ ഇറ്റ് ഈസ് അയാൾ റൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ എഴുതിയോ അല്ലെങ്കിൽ പറയാനോ വേർഡ്സ് ആയിട്ടോ ഒക്കെ മെസ്സേജ് ആയിട്ട് പാസ് ചെയ്യുന്നു. ഓക്കെ, മെസ്സേജ് ആയിട്ട് പാസ് ചെയ്യുന്നു. ആൻഡ് അത് ഡീകോഡ് ചെയ്യപ്പെടുന്നു. റിസീവർ അതിനെ ഡീകോഡ് ചെയ്ത് അത് മനസ്സിലാക്കി എടുക്കുന്നു. അത്രേ ഉള്ളൂ. ഡീകോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി എടുക്കുന്നു. ഇപ്പം എഴുതിയ ഒരു കാര്യമാണെങ്കിൽ വായിച്ച് റീഡ് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ പറയുന്ന കാര്യമാണെങ്കിൽ ലിസൺ ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കുന്നു. റിസീവർ അത് എടുക്കുന്നു. ഓക്കെ, ആൻഡ് റിസീവർ അത് എടുത്തു കഴിഞ്ഞാൽ അപ്പം ഞാൻ എന്താ പറയാ, ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുവാണ്, ഞാൻ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയുവാണ് ഞാൻ ഭയങ്കര സാഡാണ് ഇന്ന കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രോബ്ലംസ് ആണ് നടക്കുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്, റിസീവർ ആയിട്ടുള്ള എന്റെ ഫ്രണ്ട് അത് മനസ്സിലാക്കുന്നു, എന്റെ പ്രോബ്ലം അല്ലെങ്കിൽ എന്റെ വിഷമം എന്റെ ഫ്രണ്ട് മനസ്സിലാക്കിയിട്ട് എന്നെ തിരിച്ച് സമാധാനിപ്പിക്കും. റൈറ്റ്? അപ്പം അതാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് മാത്രമല്ല, യു ഗെറ്റ് സംതിങ് ഇൻ ബാക്ക് അല്ലെ. അപ്പം അതാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. എനിക്ക് തിരിച്ച് ഫീഡ്ബാക്ക് കിട്ടും. എന്റെ ഫ്രണ്ട് എന്നോട് പറയും പോട്ടെ, സാരമില്ല, നമുക്ക് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ മാറും, എല്ലാം ഓക്കെ ആകും എന്ന് സമാധാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്റെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നു. അത് തിരിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ അത് വേണ്ട, ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നു, അപ്പൊ കുട്ടികൾ തല കുലുക്കും അല്ലെ, മനസ്സിലായി കഴിഞ്ഞാൽ ദേ നോട്ട് ദെയർ ഹെഡ് അല്ലെ. നമ്മളാണെ പോലും ഇപ്പൊ ക്ലാസ്സിൽ ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പം മനസ്സിലായാലും നമ്മൾ തല കുലുക്കും. റൈറ്റ്? അപ്പൊ അതൊരു ഫീഡ്ബാക്ക് ആണ് ആ ടീച്ചർക്ക് കിട്ടുന്നത്. ആ ടീച്ചർക്ക് മനസ്സിലാവും, ഓക്കെ സ്റ്റുഡൻസിന് മനസ്സിലായി. ഒന്നും വേണ്ട, ചില കുട്ടികൾ ഇപ്പൊ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും, ഇത് എന്താണെന്നുള്ള മട്ടില്. റൈറ്റ്? അപ്പം അതും ഒരു വേ ഓഫ് ഫീഡ്ബാക്ക് ആണ്. അപ്പൊ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്, ആ കുട്ടിക്ക് മനസ്സിലായില്ല. അപ്പൊ കുറെ കുട്ടികൾ അങ്ങനെ ഇരിക്കുമ്പോൾ ടീച്ചർക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടി, ഓക്കെ ഈ പോർഷൻ ഇവർക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഇവർക്ക് മനസ്സിലായില്ല. അപ്പൊ ആ ടീച്ചർ എന്ത് ചെയ്യും, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിന് ഒരു ഫീഡ്ബാക്ക് ആണ് അവിടെ കിട്ടുന്നത്. സോ അതാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലിസണർ തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു റെസ്പോൺസിനെയാണ് നമുക്ക് ഫീഡ്ബാക്ക് എന്ന് വിളിക്കാം. ഇനി ഫീഡ്ബാക്ക് കൂടാതെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് നോയ്സ്. നമ്മൾ ബാരിയേഴ്സ് എന്നൊരു ടോപ്പിക്ക് കണ്ടു. നോയ്സ് അല്ലെങ്കിൽ ബാരിയേഴ്സ്, അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഒരു ഇന്റർഫിയറൻസ് ഒക്കെ വരില്ല. അതായത് ഒന്നെങ്കിൽ നോയ്സ് വരും, അല്ലെങ്കിൽ മനസ്സിലാകാണ്ട് വരും. അങ്ങനെ വരുന്ന ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ നോയ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇതാണ് ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സെൻഡർ ഒരു കാര്യം എൻകോഡ് ചെയ്ത് മെസ്സേജ് അയക്കുന്നു, അത് റിസീവർ ഡീകോഡ് ചെയ്തെടുക്കുന്നു, മനസ്സിലാക്കുന്നു, ആൻഡ് ആ മനസ്സിലാക്കിയതിന്റെ ബേസിസിൽ, അല്ലെങ്കിൽ മനസ്സിലായില്ല വാട്ട് എവർ ഇറ്റ് ഇസ്, ഒരു ഫീഡ്ബാക്ക് സെൻഡർക്ക് കൊടുക്കുന്നു. ഓക്കെ, ആൻഡ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ വരുന്നതിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫീഡ്ബാക്ക് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷന് ഫീഡ്ബാക്ക് ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട് ചാറ്റ് ബോക്സിൽ. ദാറ്റ് ഇസ് എ വേ ഓഫ് ഫീഡ്ബാക്ക്. അപ്പൊ എനിക്ക് മനസ്സിലാവും, ഓക്കെ ഇവർക്ക് മനസ്സിലായി. ചിലപ്പോൾ ചിലർ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാറുണ്ട്, അപ്പൊ എനിക്ക് മനസ്സിലാവും, ഓക്കെ അത് അവർക്ക് ക്ലിയർ ആയിട്ടില്ല, അപ്പൊ എനിക്കത് ഒന്നുകൂടെ പറയാൻ പറ്റും. സോ ദാറ്റ് ഇസ് ഫീഡ്ബാക്ക്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ടു വേ ആണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.
നമ്മളിപ്പോ പറഞ്ഞു ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, മറ്റേ ആള് ലിസൺ ചെയ്യുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും നമുക്ക് എടുക്കാം. ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇയാൾ ലിസൺ ചെയ്യുന്നു, അയാൾ തിരിച്ച് സംസാരിക്കുന്നു. അപ്പം ഒരു ടൂ വേ ആണ്. ജസ്റ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ പറഞ്ഞ ഒരു മോണലോഗ് അല്ല, ചുമ്മാ അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതല്ല ഒരാൾ തന്നെ. മറ്റേ ആൾക്കും അല്ല. ഇപ്പൊ ഒരു 5-6 പേരുണ്ടെങ്കിൽ ഒരാൾ ഒരു ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിലും ഓരോ ഗ്രൂപ്പിലെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ സംസാരിക്കും, അല്ലെങ്കിൽ കോമൺ ആയിട്ട് സംസാരിക്കും. സോ ഒരു ടൂ വേ ആണ്, ഒരു ഗിവ് ആൻഡ് ടേക്ക്, ആ ഒരു കൈൻഡ് ഓഫ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സൈക്ലിക് ആണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണ്. അതാണ് നമ്മൾ പറഞ്ഞത്. സെൻഡർ മെസ്സേജ് അങ്ങോട്ട് അയച്ചു, അവിടെ വെച്ച് തീരുന്നില്ല, കണ്ടിന്യൂസ് ആണ്. റിസീവർ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട്. ആൻഡ് ചിലപ്പം ആ ഫീഡ്ബാക്കിന്റെ ബേസിസിൽ സെൻഡർക്ക് വീണ്ടും എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ സെൻഡറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ദാറ്റ് മീൻസ് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, അല്ലെങ്കിൽ സൈക്ലിക് പ്രോസസ് ആണ്. ഡയനാമിക് ആണ്, അതായത് എല്ലാം പ്രീ പ്ലാൻ ചെയ്ത പോലെ സ്റ്റാറ്റിക് ആയിട്ട് ഇത് മാത്രമേ പറയാവൂ അല്ലെങ്കിൽ ഇത് മാത്രമേ സംഭവിക്കുന്നില്ല. സിറ്റുവേഷൻ അനുസരിച്ച് കാര്യങ്ങൾ മാറും. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പം ഒരു പ്രോബ്ലം വന്നു എന്റെ ഫ്രണ്ടിനോട് അത് ഷെയർ ചെയ്തു. സോ അപ്പോഴായിരിക്കും ഒരു ഡൈനാമിക് ആയിട്ടായിരിക്കും എന്റെ ഫ്രണ്ട് റെസ്പോണ്ട് ചെയ്യുന്നത്, പോട്ടെ സാറില്ല. അപ്പോഴായിരിക്കും പെട്ടെന്ന് എനിക്ക് തിരിച്ചെന്തെങ്കിലും കൂടെ പറയണമെന്നുള്ളത്. സോ അത് ആ സിറ്റുവേഷൻ അനുസരിച്ച് ഡൈനാമിക് ആയിരിക്കും. ഓക്കെ. പെർവാസീവ് എന്ന് പറഞ്ഞാൽ എല്ലാ ലെവലിലും സ്പ്രെഡ് ചെയ്യും, അതായത് സ്പ്രെഡ് ചെയ്യും കമ്മ്യൂണിക്കേഷൻ. ഇപ്പം പറഞ്ഞു ഒരു ലെവലിലോ അല്ലെങ്കിൽ ഒരു ഇതിലോ മാത്രമായിരിക്കില്ല കമ്മ്യൂണിക്കേഷൻ വരുന്നത്. എന്താണ്, എല്ലാ ലെവൽസിലും. ഇപ്പം ഒരു ഓഫീസ് എടുക്കുവാണെങ്കിൽ അവിടെ പല ഫങ്ഷണൽ ഏരിയാസ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ടീം കാണും, ഫിനാൻസ് കാണും, HR കാണും, അങ്ങനെ പല ലെവൽസ് അല്ലെങ്കിൽ പല ഏരിയാസ് കാണും. ഇതിലെല്ലാത്തിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം, ഒരു സ്ഥലത്ത് മാത്രമല്ല. സോ എവ്രിവെയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതാണ് പെർവാസീവ് എന്ന് പറയുന്നത്. ആൻഡ് 2 people ഇൻവോൾവ് ആയിരിക്കും, 2 or many people, എത്ര പേര് വേണേലും ആവാം. സോറി 2 people ഇൻവോൾവ് ആയിരിക്കും, വിച്ച് മീൻസ് അറ്റ്ലീസ്റ്റ് 2 people, മോർ ദാൻ 2 ആവാം, അറ്റ്ലീസ്റ്റ് 2 people. അതായത് ഒരു കോൺസെപ്റ്റ് ഒരു സെൻഡറും വേണം, ഒരു റിസീവറും വേണം മിനിമം കേസിൽ, അല്ലെ? അപ്പം ഒന്നോ അധികമോ റിസീവേഴ്സ് ഉണ്ടാവാം. സോ എനിവേ ഒരു സെൻഡറും വേണം, ഒരു റിസീവറും വേണം, ഏറ്റവും മിനിമം കേസിൽ. ഓക്കെ. എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഐഡിയ. ദാറ്റ് മീൻസ് കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും ഒരു ഐഡിയയുടെ എക്സ്ചേഞ്ച് വരും, അല്ലെ? ഇപ്പം എന്താണ്, ഇപ്പൊ ഒരു കമ്പനിയിൽ ഒരു ഡിസ്കഷൻ നടക്കുവാന്ന് വെച്ചോ. ഇപ്പൊ സെയിൽസ് ഭയങ്കര ലോ ആണ്, കോവിഡ് ആയി, നമ്മൾ എപ്പോഴും എക്സാമ്പിൾ കോവിഡ് ടൈം ആയി, സെയിൽസ് ഭയങ്കര ലോ ആണ്. അപ്പം അവർ പറയുന്നു, ഓക്കെ, സെയിൽസ് ടീം വന്നിട്ട് പറയുന്നു ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് മോർ സെയിൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ കച്ചവടം കൂടും. അപ്പം ഒരു ഐഡിയ ആണ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ ഐഡിയ ആണ് അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ ഐഡിയ മറ്റൊരാളിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ അവർ ഓർക്കും, ഓക്കെ ഫൈൻ, നമുക്ക് ഇങ്ങനെ ചെയ്യാം, അപ്പൊ കുറച്ചും കൂടെ ബെറ്റർ സെയിൽസ് ഉണ്ടാവും. സോ എപ്പോഴും ഒരു ഫ്ലോ ഓഫ് ഐഡിയ അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഐഡിയ ഉണ്ടാവാം. ഓക്കെ. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ. ഇപ്പം ഒരു കാര്യത്തെ പറ്റി ഒരാൾക്ക് ഒരു കോൺസെപ്റ്റ് ആണുള്ളത്, മറ്റൊരാൾക്ക് നേരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണുള്ളത്, അല്ലെങ്കിൽ ഒരാളുടെ വ്യൂ പോയിന്റ് ഒരെണ്ണോ മറ്റേ ആൾക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റും ആണുള്ളത് എന്ന് വെക്കുക. അപ്പം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊരു സിറ്റുവേഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സംസാരിച്ച് രണ്ടുപേരുടെയും പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുക നമ്മൾ പറയില്ലേ. നിങ്ങൾ സംസാരിച്ചൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുക. അപ്പോഴും എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. സംസാരിച്ച് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുക. അപ്പം സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുക. ഓക്കെ. നെക്സ്റ്റ് ഇസ് ഗോൾ ഓറിയന്റഡ്. അതായത് ഇപ്പൊ നമ്മൾ ചുമ്മാ ഫ്രണ്ട്സ് സംസാരിക്കുന്നതല്ല, അപ്പൊ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു ഗോൾ ഉണ്ടായിരിക്കും, അല്ലെ? നമ്മളിപ്പം ഒരു ടീച്ചർ സ്റ്റുഡന്റിന് ക്ലാസ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ, ആ കുട്ടിക്ക് അത് മനസ്സിലായി എക്സാം എഴുതാൻ പോണം. ഓക്കെ. അപ്പം എക്സാമിന് മാർക്ക് കിട്ടണം, അവിടെ ഒരു ഗോൾ ഉണ്ട്, ആ നോളജ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കണം, റൈറ്റ്? ഇപ്പൊ അതേപോലെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നു, അപ്പൊ ഒരു ഗോൾ ഉണ്ട്, നമ്മുടെ ആ വിഷമം മാറണം. അതേപോലെ ഇപ്പൊ ഒരു കമ്പനിയിൽ ഒരു സുപ്പീരിയർ ഓഫീസർ സബോർഡിനേറ്റിനോട് സംസാരിക്കുന്നു, അവർക്ക് അവിടെ ഒരു ഗോൾ ഉണ്ട്, എന്താണ്, അവരുടെ ബിസിനസ് പ്രോപ്പർ ആയിട്ട് നടക്കണം, അവർക്ക് നല്ല സെയിൽസ് ഉണ്ടാവണം. ഓക്കെ. കോംപ്ലക്സ് ആണ് കമ്മ്യൂണിക്കേഷൻ. എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ ചുമ്മാ സംസാരിക്കുന്നു എന്നുള്ളതല്ല, ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി കോംപ്ലക്സ് പ്രോസസ്. കാരണം ഒരാള് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മറ്റേ ആള് മനസ്സിലാക്കി, രണ്ടുപേർക്കും ഈക്വലി അത് മനസ്സിലാക്കി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അപ്പൊ അതെന്ന് പറഞ്ഞാല് പുറമേ കാണുമ്പം സിമ്പിൾ ആണെങ്കിൽ പോലും ദാറ്റ് ഇന്നർ തിങ് ദാറ്റ് ഹാപ്പൻസ് അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? ലേണബിൾ ആണ്. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ ലേണബിൾ ആണെന്ന് പറയും. കാരണം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇപ്പം ഇഫക്റ്റീവ് ആയിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ളത്
നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, റൈറ്റ്? ഇപ്പം ഒരാൾ പറയുന്നത് മറ്റേയാൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ പറയുന്ന രീതി മാറ്റാം, വാക്കുകൾ മാറ്റാം, സോ ചേഞ്ചസ് വരുത്താം, ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു ലേണബിൾ സ്കില്ലാണ്. എത്രയൊക്കെ പറഞ്ഞാൽ ചിലർ പറയും എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല, പക്ഷെ ഒന്ന് മെനക്കെട്ടാൽ, ഒന്ന് പഠിക്കാൻ നോക്കിയാൽ ആ സ്കിൽ എല്ലാവർക്കും ലേണബിൾ ആണ്. ഓക്കെ, കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാല് എന്താണ്? രണ്ടുപേര് തമ്മിലൊരു കോപ്പറേഷൻ ഉണ്ടാവണം, നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ നന്നായി കോപ്പറേറ്റീവ് ആണെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവൂ. ഓക്കെ, അല്ല രണ്ടുപേരും ഒട്ടും കോപ്പറേറ്റ് ചെയ്യുന്നില്ല, ഇയാൾ എന്തെങ്കിലും പറ ഞാൻ ഒന്നും കേൾക്കില്ല എന്നുള്ളൊരു എന്താ പറയാ ഒരു മൈൻഡോടുകൂടി ഇരുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുമോ? ഇപ്പം നിങ്ങളൊക്കെ ടീച്ചേഴ്സ് ആയിരിക്കും, അപ്പൊ നമുക്ക് കാണാറുണ്ട് ചില സ്റ്റുഡൻസ് ഒട്ടും കോപ്പറേറ്റീവ് അല്ലായിരിക്കും ക്ലാസ്സിൽ. അവര് ടീച്ചേഴ്സ് പഠിപ്പിച്ചാലും അവർ ശ്രദ്ധിക്കാതിരിക്കുന്ന സിറ്റുവേഷൻസ് വരും. അപ്പൊ അവിടെ ഒരു ലാക്ക് ഓഫ് കോപ്പറേഷൻ ആണ് വരുന്നത്. അപ്പൊ എന്താ പറ്റുന്നത്? ഫൈനലി എന്ത് സംഭവിക്കും? ഇവർ ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല, ഇവർക്ക് മനസ്സിലാവില്ല, സോ അതൊരു നെഗറ്റീവ് റിസൾട്ടിലേ വരത്തുള്ളൂ. സോ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവണം. അതിന്റെ വിചാരിക്കുന്ന റിസൾട്ട് ഒരു എന്ത് കമ്മ്യൂണിക്കേഷനും ആയിക്കോട്ടെ, ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രോപ്പർ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് കൺവേ പ്ലസ് ലിസൺ. കൺവേ ചെയ്യും, ലിസൺ ചെയ്യും, രണ്ടും വേണം. ഒരാൾ ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യാനും റെഡി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കാര്യം പറയാനും റെഡി ആയിരിക്കണം, മറ്റേ ആളത് കേൾക്കാൻ ലിസൺ ചെയ്യാനും റെഡി ആയിരിക്കണം. ഒരാൾ പറയുക മാത്രം ചെയ്തു, മറ്റേ ആൾ ലിസൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ ഒരാൾ കേൾക്കാൻ റെഡി ആയിട്ട് വന്നിരിക്കുവാണ്, മറ്റേ ആൾ പക്ഷെ പറയാൻ റെഡി അല്ല. തിരിച്ചൊരു കേസ്, ഇപ്പം എന്താ പറയാ, ഒരാൾ കേൾക്കാൻ വില്ലിങ് ആയിട്ട് ഇരിക്കുവാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും അയാൾ കേൾക്കാൻ വേണ്ടി ലിസൺ ചെയ്യാൻ വേണ്ടി റെഡിയാണ്, പക്ഷെ നമ്മളൊന്നും ഷെയർ ചെയ്യാൻ റെഡി അല്ല എന്നുണ്ടെങ്കിൽ അവിടെയും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് എത്തത്തില്ല. പിന്നെ ഡയറക്റ്റും ആവാം, ഇൻഡയറക്റ്റും ആവാം. ഇപ്പം ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ നേരിട്ട് സംസാരിക്കുന്നു, അതാണ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഇനി അല്ല, മറ്റൊരാൾ വഴി നമ്മൾ ഇൻഫർമേഷൻ എത്തിക്കും, അല്ലെ? ഇപ്പം കോളേജസിലൊക്കെ ആണെങ്കിൽ പോലും ഇപ്പം പ്രിൻസിപ്പൽ നേരിട്ട് സ്റ്റുഡൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. ഒരു പ്രിൻസിപ്പൽ സ്റ്റാഫ് മീറ്റിംഗ് നടത്തി ടീച്ചേഴ്സിനോട് പറയും, നിങ്ങൾ സ്റ്റുഡൻസിനോട് ഇന്ന കാര്യങ്ങൾ പറയുക. അപ്പൊ അതൊരു ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. പ്രിൻസിപ്പൽ ടീച്ചേഴ്സിനോട് പറഞ്ഞു, ടീച്ചേഴ്സ് ആണ് സ്റ്റുഡൻസിനോട് വന്ന് പറയുന്നത്. സോ അതാണ് ഒരു ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഒരാൾ പറഞ്ഞു, മറ്റൊരാൾ അയാൾ വന്നിട്ട് തേർഡ് പാർട്ടിയോട് പറയും. സോ തേർഡ് പാർട്ടി കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതാണ് ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഫോർമലും ആവാം, ഇൻഫോർമലും ആവാം. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റി കേസ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഒരു വൈസ് ചാൻസലർക്ക് ഒരു എന്താ പറയാ ഒരു ഇൻഫർമേഷൻ കൊടുക്കണം. അത് ഭയങ്കര ഫോർമൽ ചാനലിൽ കൂടെ ആയിരിക്കും വരുന്നത്. ആദ്യം വൈസ് ചാൻസലർ അത് രജിസ്ട്രാർക്ക് കൊടുത്തു, യൂണിവേഴ്സിറ്റിയുടെ ലെറ്റർ ഹെഡിൽ അത് പ്രിന്റ് ചെയ്ത് വന്നു, അത് ആർക്കൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് വെൽ മെൻഷൻഡ് ആയിരിക്കും അതിനകത്ത്. താഴെ രജിസ്ട്രാറോ അല്ലെങ്കിൽ വൈസ് ചാൻസലറോ സൈൻ ചെയ്തിട്ടായിരിക്കും അത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് അല്ലെങ്കിൽ ഓരോ യൂണിറ്റിലേക്ക് പോകുന്നത്. സോ ദാറ്റ് ഇസ് വെരി ഫോർമൽ. അതിനൊരു ചാനലുണ്ട്, ഒരു രീതിയുണ്ട്, അല്ലെ? നമ്മൾ നോക്കും ഫോർമലും ഇൻഫോർമലും, ജസ്റ്റ് ഇപ്പൊ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അതിനൊരു പ്രോപ്പർ ചാനൽ ഉണ്ടാവും, ഒരു രീതി ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതനുസരിച്ചായിരിക്കും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് പോകുന്നത്. ആൻഡ് ദി അതർ വൺ ഇസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കൊളീഗ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, വാട്ട് ആർ ഇറ്റ് ഇസ്. അവിടെ ഒരു ഫോർമൽ രീതിയൊന്നും ഇല്ല, അല്ലെ? അപ്പൊ എന്താ പറയാ, നമുക്ക് പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം പറയും, നമ്മൾ എന്ത് വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്നൊന്നും ശ്രദ്ധിക്കാറില്ല. ഫോർമലിൽ അങ്ങനെയല്ല, അതിന് ഉപയോഗിക്കേണ്ട ചില വാക്കുകൾ, ചില രീതികളൊക്കെ ഉണ്ടല്ലേ. പക്ഷെ ഇൻഫോർമലിലും അങ്ങനെ ഒന്നും ഇല്ല, നമുക്ക് എങ്ങനെ വേണേലും നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാം, അല്ലെ? ദാറ്റ്സ് ഇറ്റ്. അതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. സോ ഇതാണ് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ, ഓഫ് എനി കമ്മ്യൂണിക്കേഷൻ. ഏതൊരു കമ്മ്യൂണിക്കേഷൻ എടുത്താലും അതിലുണ്ടാവുന്ന കുറച്ച് നോർമൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത്. ഒന്ന് ടു വേ ആയിരിക്കും, ഇറ്റ് ഇസ് കണ്ടിന്യൂസ്, ഇറ്റ് ഇസ് ഡൈനാമിക്, പെർവാസീവ് ആയിരിക്കും, ടു പീപ്പിൾസ് ഇൻവോൾവ് ആയിരിക്കും, നോട്ട് ജസ്റ്റ് വൺ. എക്സ്ചേഞ്ച് ഓഫ് ഐഡിയ, അല്ലെങ്കിൽ ഒരു ഐഡിയ എക്സ്ചേഞ്ച് ഉണ്ട്, ജസ്റ്റ് ചുമ്മാ പറഞ്ഞു തീർത്തു അങ്ങനെയല്ല, ഒരു ഐഡിയ എക്സ്ചേഞ്ച് അവിടെ വരും. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ചുമ്മാ കഥ പറഞ്ഞിരിക്കുവാണെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ അവിടെ കാണും, അല്ലെ? ഓക്കെ, പിന്നെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താൻ, അല്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം രണ്ടുപേരും തമ്മിൽ. അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു കാര്യത്തെ പറ്റി പറയുന്നു, മറ്റൊരാള് അത് മനസ്സിലാക്കണം. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എപ്പോഴും വേണം, അല്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിച്ചേരണം. ഗോൾ ഓറിയന്റഡ് ആയിരിക്കും എപ്പോഴും. എന്തൊരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അതിനൊരു അൾട്ടിമേറ്റ് എയിം, ഒരു ഗോൾ ഉണ്ടായിരിക്കും. കോംപ്ലെക്സ് ആയിരിക്കും. ദ പ്രോസസ് ഇസ് ആക്ച്വലി വെരി കോംപ്ലെക്സ്. അണ്ടർലൈൻ പ്രോസസ് ഭയങ്കര കോംപ്ലെക്സ് ആയിരിക്കും. അതായത് ഒരു ആൾ പറയുന്ന ഒരു കാര്യം മറ്റേ ആൾ മനസ്സിലാക്കി
മനസ്സിലാക്കണം, അതനുസരിച്ച് ഫീഡ്ബാക്ക് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം കോംപ്ലക്സ് ആണ് ആക്ച്വലി ആൻഡ് ലേണബിൾ. അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു ലേണബിൾ ആയിട്ടുള്ള കാര്യമാണ്. കോപ്പറേറ്റീവ് ആയിരിക്കണം രണ്ടുപേരും തമ്മിൽ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ തമ്മിൽ എപ്പോഴും ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. ഒരാൾ കൺവേ ചെയ്യണം, മറ്റേ ലിസൺ ചെയ്യണം. ഡയറക്റ്റ് ആവാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആവാം, ഫോർമലോ ഇൻഫോർമലോ ആവാം. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് കുറച്ച് പോയിന്റ്സ് ആണ്. ഈ UGC നെറ്റ് എക്സാമിന് നമുക്കിപ്പോ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 ABCD എന്നൊക്കെ പറഞ്ഞിട്ട് 4-5 സ്റ്റേറ്റ്മെന്റ്സ് തരും. ആൻഡ് ഇതിനകത്തുള്ള ട്രൂ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ളത് മാത്രം ചൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഇടയ്ക്കായിട്ട് ഒരുപാട് വരാറുണ്ട്. സോ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടി നോക്കിക്കാം. കമ്മ്യൂണിക്കേഷൻ ഇസ് എൻ ആർട്ട്, സയൻസ് ആൻഡ് എ ക്രാഫ്റ്റ്. നമ്മൾ പറയാറുണ്ട് അതൊരു കലയാണെന്നൊക്കെ പറയാറുണ്ട്. സോ അതൊരു ആർട്ടാണ് ആൻഡ് ഓഫ് കോഴ്സ് അതൊരു സയൻസ് ആണ്. കാരണം ദർ ഇസ് എ സയൻസ് ഇൻവോൾവ്. രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ സൈക്കോളജി, അവരുടെ ഇന്റൻഷൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ബിഹൈൻഡ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതൊരു സയൻസും കൂടെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് അതൊരു ക്രാഫ്റ്റ് ആണ്. എങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ വളരെ എന്താ പറയാ ഒരു ഫ്ലവറിഷ് ആയിട്ട് ചെയ്യാം എന്നുള്ളതൊരു ക്രാഫ്റ്റ് ആണ് എപ്പോഴും. ചില ആളുകൾ ഒരു കാര്യം പ്രസന്റ് ചെയ്താൽ തന്നെ അത് കാണാൻ ഒരു ഭയങ്കര ഭംഗിയായിരിക്കും. നമ്മൾ പറയും അയാൾ ഒന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ രസമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചിലർ കഥ പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസമാകാണ്. അപ്പം അതൊക്കെ ഒരു ക്രാഫ്റ്റ് സൈഡാണ് ഇതിന്റെ, അല്ലെങ്കിൽ ഒരു ആർട്ട് സൈഡാണ് ഇതിന്റെ. മേ ബി ഇന്റൻഷണൽ ഓർ അൺഇന്റൻഷണൽ. ചിലപ്പോൾ നമ്മൾ ഇന്റൻഷണൽ ആയിട്ട് അറിഞ്ഞുകൊണ്ടാവാം, ചിലപ്പോൾ അൺഇന്റൻഷണൽ ആയിട്ട് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു പോകും നമ്മൾ വിചാരിക്കാത്ത സിറ്റുവേഷനിൽ അല്ലെ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത സിറ്റുവേഷനിൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോകും. അതൊരു നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ല, അറിയാണ്ട് സംഭവിച്ചു പോകുന്നല്ലേ. അപ്പൊ അതേപോലെ തന്നെ പലതും വരും. അൺഇന്റൻഷണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇന്റൻഷണൽ ആയിട്ട് പറയുന്നതും ആവാം. കമ്മ്യൂണിക്കേഷൻ മേ യൂസ് കൺവെൻഷണൽ ഓർ അൺകൺവെൻഷണൽ സിഗ്നൽസ്. കൺവെൻഷണൽ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എഴുതി കാണിക്കുന്ന റൈറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം അപ്പൊ നമ്മൾ സൈൻ ബോർഡ്സ് ഇല്ലേ, അപ്പൊ അതിലിങ്ങനെ സ്കൂളിന്റെ അടുത്തൊക്കെ ആകുമ്പോൾ ഒരു കുട്ടിയുടെ പടം, ബാഗും പിടിച്ചു പോകുന്ന കുട്ടിയുടെ പടം നമ്മൾ കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റലാണെങ്കിൽ മറ്റേ പ്ലസും ബെഡിന്റെ സിമ്പലും കാണാറുണ്ട്. പിന്നെന്താണ്, റോഡിൽ ഹമ്പ് വരുമ്പം ആ സിമ്പൽ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൺവെൻഷണൽ സിമ്പിൾസ് ആണ്. എവറി വൺ നോ ഓക്കെ ഇത് ഇന്ന് അതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് പണ്ട് മുതലേ ട്രഡീഷണൽ ആയിട്ട് പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ് കൺവെൻഷണൽ സിമ്പിൾസ് എന്ന് പറയുന്നത്. അൺകൺവെൻഷണൽ സിമ്പിൾസ് അതാണ് നമ്മളിപ്പം വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമന്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്മൈലീസ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അതുപോലെ ഇപ്പം വാട്സാപ്പിൽ നമ്മൾ സ്റ്റിക്കർ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ അൺകൺവെൻഷണൽ സിഗ്നൽസ് ആണ്, പണ്ട് മുതലേ ഇല്ലാത്ത. ഇപ്പോൾ ഇപ്പൊ നമ്മൾ ഏറ്റവും ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് സ്മൈലീസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചിരിക്കണ സ്മൈലി, കരയണ സ്മൈലി ഒക്കെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോ ഇതിനെക്കാട്ടിലും കൂടുതൽ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന അൺകൺവെൻഷണൽ സിഗ്നൽസ് ആണ്, റൈറ്റ്? കാരണം നമുക്കിപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്ട് എവർ ഇറ്റ് ഇസ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള പുതിയ പിന്നെ ജിഫ് ആയിട്ടുള്ള ഇപ്പൊ മൂവ് ചെയ്യുന്ന സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ അൺകൺവെൻഷണൽ സിഗ്നൽസിന്റെ കൂടെ വരും. ഓക്കെ, ഇപ്പം സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വരാം. സ്മൈലീസ് ആർ നോട്ട് ആക്ച്വലി എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പം അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. ദേ ആർ ആക്ച്വലി എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതേപോലെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്നുകൂടെ വായിച്ചു നോക്കുക. എല്ലാ പോയിന്റ്സും ക്ലിയർ ആണെങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ. സോ ഫസ്റ്റ് നമ്മൾ നോക്കിയത് എന്താണ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ, ഐഡിയാസ്, തോട്ട്സ്, ഫീലിംഗ്സ് and emotions through speech, signal, writings or behavior. It is a dialogue. It is a dialogue. Okay. And exchanging എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാക്ക് ഉപയോഗിച്ചു എക്സ്ചേഞ്ചിങ്. സോ എക്സ്ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ആവാം, ഗിവിംഗ് ആവാം, ട്രാൻസ്ഫർ ആവാം, പാസിംഗ്, എന്തും ആവാം. ഓക്കെ, ആൻഡ് ഇതാണ് ഒരു നോർമൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. സെൻഡർ അയക്കുന്നു മെസ്സേജ്, അത് ഡീകോഡ് ചെയ്ത് റിസീവർ മനസ്സിലാക്കുന്നു, ഫീഡ്ബാക്ക് കൊടുക്കുന്നു. കമ്മ്യൂണിക്കേഷൻ ചാനലിൽ ഇടയ്ക്ക് നോയ്സോ ബാരിയേഴ്സോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാവാം. പല ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കണ്ടു. നമ്മളൊരു 3 പോയിന്റ്സ് പഠിച്ചു കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. നെക്സ്റ്റ് ഇസ് ഫംഗ്ഷൻ ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷന്റെ ഒരു കുറച്ച് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ എന്തിനാണ് കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഇസ് ഫംഗ്ഷൻ ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഹെൽപ്സ് ഇൻ ഫ്ലോ ഓഫ് നോളജ്. ടിപ്പിക്കൽ എക്സാമ്പിൾ നമ്മൾ ക്ലാസ് എടുക്കുന്നു, ടീച്ചേഴ്സ്. വാട്ട് ഹാപ്പൻസ് ദർ? ഒരു ക്ലാസ് എക്സാമ്പിൾ തന്നെ എടുക്കാം. ടീച്ചേഴ്സ് അവർക്കറിയാവുന്ന കാര്യങ്ങൾ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നു. സോ ദേ ഗെറ്റ് നോളജ്. എസെൻഷ്യൽ ഫോർ ലേണിംഗ്, ട്രെയിനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. അത് ലേണിങ്ങിന് കമ്മ്യൂണിക്കേഷൻ നിർബന്ധമായിട്ടും വേണം അല്ലെ. അതേപോലെ ട്രെയിനിങ്. ഇപ്പൊ നമ്മളിപ്പം
പ്രോഗ്രാമിംഗ് ട്രെയിനിങ്ങിന് പോവാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക്ഷോപ്സിന് പോവാറുണ്ട്. അപ്പൊ അവിടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, റൈറ്റ്? സോ അപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. സെയിം വിത്ത് സ്കിൽ ഡെവലപ്മെന്റ്. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ഗോൾസ് ആൻഡ് ടാർഗറ്റ്. അതിന് ഏറ്റവും ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ പോലെ ബിസിനസ്സിൽ, ഇപ്പം ഓട്ടോമൊബൈൽ കാർ ഷോറൂംസിലൊക്കെ നമുക്ക് എടുക്കുവാണെങ്കിൽ അവർക്ക് എല്ലാ മാസവും ഒരു സെയിൽ ടാർഗറ്റ് കാണും. അപ്പൊ എല്ലാ മാസത്തിന്റെയും ബിഗിനിങ്ങിൽ സെയിൽസ് മാനേജർ അല്ലെങ്കിൽ അവിടുത്തെ ഹെഡ് ഈ ടാർഗറ്റും ഗോളും ഒക്കെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങൾ ഈ മാസം ഇത്ര വണ്ടി വിൽക്കണം, നമുക്ക് ഇത്രയും ലാഭം ഉണ്ടാക്കണം, നമ്മുടെ ഗോൾ ഇതാണ്, ഇന്ന മോഡൽ ഇത്ര വെച്ച് സെയിൽ ആവണം. അപ്പം അതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോഴാകുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ നമ്മുടെ ഈ മാസത്തെ ടാർഗറ്റ് ഇങ്ങനെയാണ്. അപ്പം അത് വെച്ചിട്ട് ദേക്കാൻ ഗോളും ടാർഗറ്റും പറഞ്ഞു കഴിഞ്ഞാൽ ദേക്കാൻ പ്ലാൻ, അല്ലെ? എങ്ങനെയൊക്കെ സെയിൽ കൂട്ടാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചിന്തിക്കാനും പ്ലാൻ ചെയ്യാനും പറ്റും. സോ കമ്മ്യൂണിക്കേഷൻ ഇസ് എസെൻഷ്യൽ ഫോർ പ്ലാനിങ്. സ്പ്രെഡ് അവയർനെസ്. നമ്മളൊക്കെ ഒരുപാട് അവയർനെസ് ക്യാമ്പയിൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്, അല്ലെ? ബോർഡ്സ് വെക്കാറുണ്ട് ചിലപ്പം, ടൊബാക്കോ യൂസേജ് അല്ലെങ്കിൽ സ്മോക്കിങ്ങിന്റെ ഹാംഫുൾ ഇഫക്ട്സിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് അവയർനെസ് ക്യാമ്പയിൻസ് നടക്കാറുണ്ട്, നോട്ടീസ് അടിക്കാറുണ്ട്. ടോക്ക്, നമ്മുടെ കോളേജിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ടോക്കുകളും ആൾക്കാരൊക്കെ വന്ന് ക്ലാസ് എടുക്കാറില്ലേ? അപ്പൊ അതൊക്കെ ഒരു അവിടെയും നടക്കുന്ന എന്താണ്? ഇറ്റ്സ് ടിപ്പിക്കലി എ കമ്മ്യൂണിക്കേഷൻ. ഷെയർ ഒപ്പീനിയൻ, വ്യൂസ് ആൻഡ് ബിലീവ്സ്. ഓരോരുത്തരും അവരുടെ വ്യൂസ്, ഒപ്പീനിയൻസ്, ബിലീവ്സ്. പ്രത്യേകിച്ച് ഇലക്ഷൻ ഒക്കെ വരുമ്പോൾ ഒരു 5 പേര് കൂടിയിരുന്ന ഉടനെ സംസാരം പൊളിറ്റിക്സ് ആയിരിക്കും. ഇന്ന പാർട്ടി ഇത് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തില്ല, അങ്ങനെ ഒരു കോമൺ ഡിസ്കഷൻസും ഒപ്പീനിയൻസും ഒക്കെ സംസാരിക്കും. അപ്പൊ മറ്റേ ആൾക്കാർക്ക്, അപ്പൊ ഒരാൾക്ക് ഒരു ഐഡിയ ഇല്ലാന്ന് വെച്ചോ, ഇപ്പം ഒരാൾക്ക് ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുവാണ് എന്ത് ചെയ്യണമെന്ന്. അപ്പം മറ്റൊരാൾ വന്നിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഇയാളുടെ ഒപ്പീനിയൻസിനെ ഷേപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇയാളുടെ വിശ്വാസങ്ങളെ ഷേപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ആള് പറഞ്ഞു ഇങ്ങനെയാണ്, സോ അത് ശരിയായിരിക്കും, അപ്പം ഓക്കെ ഫൈൻ. അങ്ങനെ ഒരു ഡിസ്കഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒപ്പീനിയൻസ്, വിശ്വാസങ്ങളൊക്കെ ഒരുപാട് മാറും. മോട്ടിവേഷൻ. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ഒരാൾ ഭയങ്കര സാഡ് ആയിട്ടിരിക്കുവാണ്. അപ്പൊ ഒരാൾ ഭയങ്കര സാഡ് ആയിട്ടിരിക്കുവാണ്. സോ ഒരാളോട് ഷെയർ ചെയ്തു ഈ പ്രോബ്ലം. സോ അയാൾക്ക് തിരിച്ച് ഇയാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ യു മേ ഫീൽ മോട്ടിവേറ്റഡ്, അല്ലെ? ചില ആളുകളോട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേറ്റഡ് ഫീലിംഗ് വരും. സോ അപ്പോഴും അവിടെ എന്താണ് എസെൻഷ്യൽ ആയിട്ട് വേണ്ടത്? കമ്മ്യൂണിക്കേഷൻ ആണ്. സോ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു അൾട്ടിമേറ്റ്ലി മോട്ടിവേറ്റഡ് ആവാൻ പറ്റൂ. എൻഹാൻസ് ഡിസിഷൻ മേക്കിംഗ്. നമ്മളൊരു എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മള് PG ഒക്കെ കഴിഞ്ഞു, ജോബിന് പോകണോ അല്ലെങ്കിൽ PhDക്ക് പോകണോ, നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണത്, അല്ലെ? അപ്പൊ നമ്മൾ ആരോടെങ്കിലും, നമ്മുടെ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ അതേപോലെയുള്ള നല്ല നോളജ് ഉള്ള ഒരാളോടോ പോയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എന്ത് ചെയ്യണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ അവർ നമുക്ക് സജഷൻസ് പറഞ്ഞു തരും, രണ്ടിന്റെയും പ്ലസ് പോയിന്റ്സും മൈനസും ഒക്കെ പറഞ്ഞു തരും. അപ്പം എന്താണ്, നമുക്ക് എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, റൈറ്റ്? സോ അതാണ് ഡിസിഷൻ മേക്കിങ്ങിനെ എൻഹാൻസ് ചെയ്യും. അണ്ടർസ്റ്റാൻഡ് ഇമോഷൻസ്, ഹോപ്സ്, ഫീലിങ്സ്. ആദ്യം പറഞ്ഞ എക്സാമ്പിൾ തന്നെ, നമ്മൾ ഭയങ്കര വിഷമിച്ചിരിക്കുവാണെങ്കിൽ, ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, നമ്മൾ ആകെ തകർന്നിരിക്കുവാന്നൊക്കെ പറയില്ല, അപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മറ്റൊരാളുടെ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ മറ്റൊരാൾ മനസ്സിലാക്കും, നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടൊക്കെ സിറ്റുവേഷനിൽ എത്താൻ പറ്റും. സോ ദാറ്റ് ഇസ് ഇംപ്രൂവ് എ സിറ്റുവേഷൻ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊന്ന് സംസാരിച്ച് തീർക്കുക പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പം ഒരു സിറ്റുവേഷൻ ഇപ്പം കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വളരെ മോശമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പം ബിസിനസ് ഒക്കെ ഭയങ്കര ഡൾ ആണെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ ബെറ്റർ ആവും, റൈറ്റ്? Okay, so that is improve a situation. Then preserving or passing cultural values. ഇപ്പം ഓരോ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റിയിൽ സ്പെഷ്യൽ ഫെസ്റ്റിവൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്പെഷ്യൽ ഫുഡ് റെസിപ്പീസ് ഉണ്ടാവും, അല്ലെ? അപ്പൊ അത് ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്, ഇന്ന സാധനം, ചില റെസിപ്പീസ് ഒക്കെ ഉണ്ടല്ലോ പറഞ്ഞു തരാറുണ്ട്, അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന ആ ചടങ്ങുകൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ആ കൾച്ചറൽ വാല്യൂസ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഫംഗ്ഷൻ ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് എൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഐഡിയാസ്, തോട്ട്, നോളജ് എക്സെട്ര such that the purpose or intention is fulfilled in the best possible manner. ഓക്കെ, നമ്മളിപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പക്ഷെ അത് രണ്ടു പേർക്കും എന്താണ് ആ പ്രോപ്പർ ഏറ്റവും നല്ല രീതിയിൽ രണ്ടുപേർക്കും മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഇത് ഇഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലെ? ഇപ്പൊ ഞാനൊരു കാര്യം നിങ്ങളെ പഠിപ്പിച്ചു അല്ലെങ്കിൽ പറഞ്ഞു തന്നു, പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, അപ്പൊ അതിനൊരു അർത്ഥമില്ല, അതൊരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ല. അല്ലെങ്കിൽ ഞാൻ പോയിട്ട് എന്റെ ഫ്രണ്ടിനോട് എന്റെ വിഷമം പറഞ്ഞു, അയാൾക്ക് അത് പ്രോപ്പറായിട്ട് മനസ്സിലായില്ല, അല്ലെങ്കിൽ അയാൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അപ്പൊ അതൊരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ല. സോ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ സെൻഡറും റിസീവറും രണ്ടുപേരും ഏറ്റവും ഒരേപോലെ സെയിം മാനറിൽ റിസീവ് ചെയ്യണം, അതായത് മനസ്സിലാക്കിയാൽ മാത്രമേ അത് നമുക്ക് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാൻ പറ്റൂ.
ആൻഡ് അതിനു വേണ്ടി പറഞ്ഞൊരു പോയിന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പ്രീസപ്പോസസ് അണ്ടർസ്റ്റാൻഡിങ്. രണ്ടുപേരും ഒരേപോലെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, രണ്ടുപേരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക്സ് ഓഫ് communication. So thank you.